ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റുപ്പിയുടെ വീക്ക്നെസ് തുടരുന്നു. US മാർക്കറ്റ് ഇന്നലെ നല്ല ക്ലോസിംഗ് ആയിരുന്നു തന്നിട്ടുണ്ടായത്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഒരു പോസിറ്റീവ്നെസ് കാണാൻ പറ്റുന്നില്ല. എക്കണോമിയുടെ ഒരു വീക്ക്നെസ് തന്നെ ആയിരിക്കാം സാധ്യത എന്ന് കരുതുന്നു. ഇന്ത്യൻ ബെഞ്ച് മാർക്ക് ഇൻഡീസസ് ഒക്കെ ഇന്ന് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. നല്ല വോളറ്റൈൽ സെഷൻ ആയിരുന്നു ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത്. എക്സ്പയറി ഡേ കൂടിയാണ് ഇന്ന്. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓട്ടോ, എനർജി, ഫാർമ, റിയാലിറ്റി, PSU ബാങ്ക് ഒക്കെ ബൈയിങ് മോഡലായിരുന്നു. എന്നാലോ മെറ്റൽ, FMCG, മീഡിയ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടു. FII DI ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ന് FII 2376 കോടിയുടെ സെല്ലിംഗ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം 24-ാം തീയതി 2454 കോടിയുടെ സെല്ലിംഗ് ആയിരുന്നു FIIയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. DI കഴിഞ്ഞ ദിവസം 2819 കോടി രൂപയുടെ ബൈയിങ്ങും ഇന്ന് 3336 കോടിയുടെ ബൈയിങ്ങാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇന്ന് ചാർട്ട് പരിശോധിക്കാനുണ്ട്. അതിനു മുമ്പ് ഇന്ന് ചെറിയൊരു ടോപ്പിക്ക് സംസാരിക്കാനുണ്ട്. റിസ്ക് എന്ന ടോപ്പിക്കാണ്. എന്താണ് ഈ മാർക്കറ്റ് റിസ്ക്? അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസ്ക് ഉണ്ട്. നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് റിസ്കിന് വിധേയമാണെന്നുള്ള വാർത്ത എപ്പോഴും എല്ലായിടത്തും നമുക്കൊരു ഡിസ്ക്ലൈമർ കേൾക്കാറുണ്ട്. എന്താണിത് ശരിക്കും? ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഇൻവെസ്റ്റർ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് റിസ്കിനെ കുറിച്ച് തന്നെയാണ്. റിസ്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ വിജയത്തിൻ്റെ അതൊരു എന്താ പറയുക ചവിട്ടുപടിയായിട്ട് ഞാൻ കണക്കാക്കുന്നത് റിസ്ക് എന്ന തിരിച്ചറിവ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് മുഴുവനും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ കുറേ കാലം ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ കിട്ടാതെ നിൽക്കുകയോ, ഇതൊക്കെയാണ് നമുക്ക് റിസ്ക്. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് നഷ്ടങ്ങളാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു റിട്ടേൺ ഇല്ലാത്തൊരവസ്ഥയിൽ ക്യാപിറ്റൽ മാത്രം തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഇത് നമുക്ക് ലോസ് ആണ് ശരിക്കും. അല്ലേ, അവിടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യേണ്ട ഒരു ലാഭം നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ മണിയുടെ വാല്യൂ കുറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിസ്ക്. ഈ ലോസ് ഉണ്ടാവുക എന്നതൊക്കെയാണ് റിസ്ക്. ഇങ്ങനെ ലോസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള ഒരു വളറ്റാലിറ്റി അത് ഷോർട്ട് ടേമിലായിരിക്കും ഉണ്ടാവുക. ലോങ് ടേമിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം മാർക്കറ്റ് വളറ്റാലിറ്റിനെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു എക്കണോമിക്കിലുണ്ടായിട്ടുള്ള ചേഞ്ചസ്, അതായത് ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള ഡിസിഷൻസ്, പിന്നെ കമ്പനിയുടെ പെർഫോമൻസ്, നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി, ആ ഒരു കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾക്ക് റിസ്ക് ആണ്. ചിലപ്പം ഗെയിൻ തന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. പിന്നെ അതേപോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, പെട്ടെന്നുണ്ടാവുന്ന ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഒക്കെ, അതേപോലെ നാച്ചുറൽ ഡിസാസ്റ്റർ, പാൻഡമിക് സിറ്റുവേഷൻ, ഇതൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്ന റിസ്ക്. നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ നോളജ് ഫോർ സക്സസ്, അതായത് നമ്മൾ ആദ്യം തിരിച്ചറിയുക എന്നതാണ്. നോളജ് ഉണ്ടാവണം, എന്താണ് റിസ്ക് എന്നത് കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള സാധ്യതയും റിസ്ക്കും തിരിച്ചറിയുന്നതോടുകൂടി നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. കണ്ണുമുട്ടി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. മാത്രമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലാഭസാധ്യത കണ്ടുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസ്ക് നമ്മൾക്ക് മുൻകൂട്ടി കണ്ട് എടുക്കേണ്ട രീതിയിൽ റിസ്ക് എടുക്കാനുള്ള ഒരു സഹായം നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ലോസ് ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നമുക്ക് എത്തില്ല. കാരണം നമുക്കറിയാം മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഇങ്ങനെയാണ്. കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതോടുകൂടി നമ്മൾ പെട്ടെന്ന് അതായത് നമുക്കറിയാം മാർക്കറ്റിൽ ഇത്ര കാലം നിൽക്കണം, അപ്പോൾ അത്രയും ക്യാപിറ്റൽ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഫണ്ട്, അതായത് മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാൽ ലോസിൽ ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ല. റിസ്ക് നമ്മൾ ആദ്യമേ അറിയുന്നത് കൊണ്ട് മാർക്കറ്റിന്റെ താഴ്ചയിൽ പിടിച്ചെടുക്കാൻ നമ്മളിത് സഹായിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ചുരുക്കം. റിസ്കിനെ കുറിച്ച് നല്ലൊരു ബോധമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് ആ തിരിച്ചറിവ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ, അതേപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, നമുക്കറിയാം ഇന്നതാണ് റിസ്ക്, ആ കമ്പനിയുടെ അതായത് കമ്പനി ലോസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് ഇറങ്ങാൻ പറ്റും. അതേപോലെ നമ്മൾ ലാഭത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ വളർച്ച നോക്കിയിട്ട്, വാല്യുവേഷൻ നോക്കിയിട്ട് നമുക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കാനും അതേപോലെ തന്നെ മറ്റുള്ള സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കും. ഈ റിസ്ക് എന്ന തിരിച്ചറിവ് മാത്രമാണ് ഇത് നമ്മളെ സഹായിക്കുക. അല്ലാതെ നമ്മൾ കണ്ണുപൂട്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കമ്പനി ബിഹേവ് ചെയ്യുന്നത് ഒന്നും നമുക്ക് തിരിച്ചറിയില്ല. നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്തു നമുക്ക് റിസ്ക് റിവാർഡ് ഓക്കെ ആണെന്ന് കണ്ടിട്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ. അതേപോലെ ഈ റിസ്ക് തിരിച്ചറിയുന്നതോടുകൂടി നമുക്ക് ലോങ് ടേമിലേക്കുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ആവും. അതായത് റിസ്ക് മനസ്സിലാക്കുന്ന ഇൻവെസ്റ്റർക്ക് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം അതിനകത്ത് പ്രിപ്പയർഡ് ആയിരിക്കും അദ്ദേഹം. അതുപോലെ തന്നെ ഇത് ദീർഘകാലത്തെ നിക്ഷേപത്തിന് കോൺഫിഡൻസ് വളർത്തുമെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. റിസ്കിനെ കുറിച്ച് ആദ്യം തന്നെ ചിന്തിക്കുന്നത് നെഗറ്റീവാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു ആളുകൾ ചിന്തിക്കാറുണ്ട്. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റിസ്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പല ആളുകളും റിസ്ക് റിവാർഡ് തിരിച്ചറിയാതെ കണ്ടിട്ട് റിസ്ക് അത് നഷ്ടം മാത്രം കണ്ട് ഭയപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പോസിറ്റീവ് വശങ്ങളാണ് കൂടുതലുള്ളതും.
റിസ്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത് ഒരു പൊതുവായ തെറ്റിദ്ധാരണ മാത്രമാണ്. ശരിക്കും റിസ്കിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് പോസിറ്റീവ് വശമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ആദ്യം റിസ്ക് മനസ്സിലാക്കുന്നതിൽ കൂടി അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഉയർന്ന റിട്ടേൺ കിട്ടുന്നത് ഉയർന്ന റിസ്ക് എടുക്കുമ്പോൾ തന്നെയാണ്. നമുക്കറിയാം ചെറിയ ചെറിയ സ്മോൾ ക്യാപ്പ് അതുപോലുള്ള കമ്പനികളാണ് കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടുക. അവിടെ വലിയ റിസ്കുകൾ ഉണ്ട് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിത് സഹായിക്കും. നമ്മളൊരു ഹൈ റിസ്ക് കാറ്റഗറി ആണെങ്കിൽ നമുക്ക് ഹൈ റിവാർഡിനൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അപ്പം നമ്മുടെ കാറ്റഗറി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏത് കാറ്റഗറിയിലെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ നടത്തുന്നതെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും ഇത്. റിസ്ക് അവഗണിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഗ്രീഡ് കൊണ്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ പെട്ടെന്നുള്ള ഡിസിഷൻ എടുത്തേക്കാം. എസ്പെഷ്യലി മാർക്കറ്റിൻ്റെ റാലിയിലും ക്രാഷ് സമയത്തൊക്കെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തിരിച്ചറിയുന്നതോടുകൂടി നമുക്ക് പെട്ടെന്നുള്ള ഡിസിഷൻ എടുക്കാതെ കണ്ടിട്ട് നമുക്ക് ഒരു പെട്ടെന്നുള്ള ഡിസിഷൻ ഉണ്ടാകുന്ന ലോസ് സംഭവിക്കാതിരിക്കാൻ നമ്മുടെ റിസ്ക് കാൽക്കുലേഷൻ നമ്മളെ സഹായിക്കും. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യണം, നമുക്ക് ഗെയിൻ ഉണ്ടാക്കണം, നമ്മുടെ പ്രോഫിറ്റ് ഗ്രോത്ത്, നമുക്ക് ക്യാപിറ്റൽ ഗ്രോത്ത് ഉണ്ടാക്കണം. അപ്പം റിസ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുണ്ടാകുന്ന ഗ്രോത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും. ഒരു റിസ്ക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പം ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ടാനുള്ള സാധ്യത മുന്നിലുണ്ട്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട റിസ്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് റിസ്ക്കാണ് ഒന്നാമത്തത്. കാരണം നമ്മൾ എത്ര നല്ല കമ്പനികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും മാർക്കറ്റിലുണ്ടാകുന്ന ചലനങ്ങൾ നമുക്ക് എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ചില സമയത്ത് ആ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ആ സെക്ടർ പെർഫോമൻസ് മോശമായിരിക്കാം. അപ്പോൾ നമ്മുടെ കമ്പനിയും താഴോട്ട് പോകും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതും താഴോട്ട് പോകും. അതല്ലെങ്കിൽ ഓൾ മാർക്കറ്റ് ക്രാഷിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ലാഭം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു റിസ്ക്കാണ്, നമ്മൾ ആദ്യം കാണേണ്ട ഒന്നാണ്. അതല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിസിനസ്സിലാണ്. ബിസിനസ്സിന് എന്നത് എപ്പോഴും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം, ബിസിനസ് റിസ്ക് അതുപോലെ തന്നെ മറ്റുള്ള റിസ്കുകളെ കുറിച്ച്. അപ്പോൾ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ പെർഫോം ചെയ്യണമെന്നില്ല സ്റ്റോക്ക്. അപ്പോൾ അതാണ് നമുക്ക് മറ്റൊരു തരം റിസ്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു തരം റിസ്ക് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി റിസ്ക് ആണ്. ചില സ്റ്റോക്ക് നമുക്ക് നല്ല സ്റ്റോക്കാണെന്നൊക്കെ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവുന്നില്ല. LC യൂസ് അടിക്കുന്ന സ്റ്റോക്ക് നമുക്ക് കാണാൻ പറ്റില്ല. സ്ഥിരം ഇപ്പം ഒരു നല്ല കമ്പനി ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും മോശം അവസ്ഥയിലുള്ള ഒരു വാർത്ത വന്നു, അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യും, LCയിലേക്ക് പോകും. ഇതിനെക്കുറിച്ച് അറിയാമല്ലോ, എല്ലാവർക്കും LC യൂസ് ഒക്കെ അറിയാമല്ലോ. അപ്പം LCയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ സെല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്. അപ്പം നമുക്ക് എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുക അവിടെ ലിക്വിഡിറ്റി വരുവോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ നല്ലോണം ഇടിവുണ്ടായേക്കാം. അതുപോലെ മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസീസാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ചേഞ്ചസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ അത് അഫക്റ്റ് ചെയ്തേക്കാം. അത് കമ്പനിയെ ഡയറക്റ്റായിട്ടും ബാധിക്കാം, അതേപോലെ തന്നെ ഇൻഡയറക്റ്റായിട്ട് മാർക്കറ്റിൻ്റെ സിറ്റുവേഷനിൽ കൂടി നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് കൂടിയിട്ട്, അത് ക്യാപിറ്റൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ഈ ബോറോയിങ് എക്സ്പെൻസ് കൂടുന്നതോടുകൂടി നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള റിട്ടേൺ വരാതിരിക്കാം ബിസിനസ്സിൽ. ഈ ടോപ്പിക്ക് സംസാരിക്കുകയാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. തൽക്കാലം ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ചാർട്ടുകൾ പരിശോധിച്ച് നോക്കാം, ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഇന്ന് NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 1010 കമ്പനികൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 1494 കമ്പനികൾ ഇന്ന് നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. നിഫ്റ്റി 50യുടെ ചാർട്ടാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഒരു 3 ദിവസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ കൃത്യമായിട്ട്. ഇന്ന് 5 മിനിറ്റ് കാൻഡിൽ എടുക്കുകയാണെങ്കിൽ ആദ്യ സെഷനിൽ മാർക്കറ്റിൽ ചെറിയൊരു പോസിറ്റീവ്നെസ് നമുക്ക് കണ്ടു. പിന്നീട് അത് ഡ്രോപ്പ് ചെയ്തു. മാർക്കറ്റ് ക്ലോസിംഗ് ചെയ്തപ്പോൾ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. 0.10% ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് എന്ന് നമുക്ക് വേണം പറയാം. ഒരു 3 ദിവസമായിട്ട് ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഇപ്പം മാർക്കറ്റ് ഉള്ളത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഒട്ടും വ്യത്യസ്തമല്ല, 3 ദിവസമായിട്ടും സെയിം ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഉള്ളത്. ഒരു ഡയറക്ഷൻ കിട്ടിയിട്ടില്ല. ഇനി ഏത് ഭാഗത്തേക്ക് മൂവ് ആവുമെന്ന് നമ്മൾ കണ്ടറിയണം. ഇന്ന് 0.08% ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 നോക്കുകയാണെങ്കിൽ ഒട്ടും വ്യത്യസ്തമല്ല, ഇന്ന് ഒരു 0.03% ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യ വിക്സ് അല്പം ഉയർന്നിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 6.5% ഒരു സ്പൈക്ക് ഉണ്ടായി ഇന്ന്. സെക്ടോറിയൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആദ്യം നോക്കുക, 0.12% ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. നമുക്ക് കാണാം ഇന്നലത്തെ ക്യാൻഡിൽ വളരെ ചെറുതായിരുന്നു, ഇന്ന് വളരെ വലിയ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് വിക്ക് വളരെ കൂടുതലാണ്. ഇന്ന് നല്ല വളറ്റൈലായിരുന്നു മാർക്കറ്റ് എന്ന് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ IT ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ്, ആ ഒരു സപ്പോർട്ടിൽ തന്നെയാണ് ഇപ്പോഴും IT ഉള്ളത്.
നമ്മുടെ USIT നല്ല ബുള്ളിഷാണ്. ചാർട്ട് നമുക്ക് ആദ്യം തന്നെ എടുത്ത് നോക്കാം. USIT ഇതാണ് ഇപ്പം മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നും അതിന് മുമ്പത്തെ ദിവസമായിട്ട് ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു അവിടെ കാണാൻ ഇടയായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ IT-യിൽ അത് അത്രമാത്രം പ്രതിഫലിക്കുന്നില്ല. കാരണം ഒന്നാമത് ചെറിയൊരു വീക്ക്നെസ്സും എക്കണോമിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ റുപ്പിയുടെ ഇടിവൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു. അതൊക്കെ ആയിരിക്കാം റീസൺ ഞാൻ ഇപ്പോഴും കരുതുന്നു. പക്ഷേ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പോസിറ്റീവ് തന്നെ ആയിരിക്കും വീക്ക്നെസ് ഒക്കെ. എന്നാൽ പോലും എന്തൊരു എക്കണോമിയിലുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വരും ദിവസങ്ങളിൽ IT കാര്യമായി വാച്ച് ചെയ്യുക. ഇവിടുന്ന് റിവേഴ്സൽ കിട്ടുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫാർമ ഇന്ന് പോസിറ്റീവായിരുന്നു. നമ്മൾ അന്ന് സംസാരിച്ചതിന് ശേഷം ഫാർമയിൽ നല്ലൊരു പോസിറ്റീവ്നെസ് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത 23,000 എന്നുള്ള ഒരു റെസിസ്റ്റൻസിലേക്ക് പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഇന്നത്തെ ക്യാൻഡിൽ 0.68% ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ്. FMCG ഇന്ന് 0.3% ചെറിയൊരു ഇടിവാണ്. മിക്കവാറും നാളെ ഒന്ന് കയറി പോകുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. FMCG-ൽ ഓട്ടോ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ മിഞ്ഞാന്ന് കണ്ടിട്ടുള്ള ഒരു ബേസ് സപ്പോർട്ട് കഴിഞ്ഞു. അവിടുന്ന് 2 ക്യാൻഡിൽ കഴിഞ്ഞു. ഇപ്പോൾ ഇന്നൊരു പോസിറ്റീവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 0.84% പോസിറ്റീവാണ് ഇന്ന് ഓട്ടോ സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയണം. റിയാലിറ്റി എന്ന് നോക്കുകയാണെങ്കിൽ 0.2% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇനി മെറ്റൽ ഇന്ന് ലോസ് രേഖപ്പെടുത്തി. മെറ്റലിലെ വീക്ക്നെസ് തുടരുകയാണ്. 0.14% ചെറിയൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം സപ്പോർട്ട് ഉണ്ട്. നിയർ സപ്പോർട്ടിലേക്കാണ് ഇപ്പം പോകുന്നുള്ളത്. വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. മീഡിയ സെക്ടറിൻ്റെ ബിയറിഷ്നെസ് തുടരുകയാണ്. ഇന്ന് 1.46% വലിയൊരു ഇടിവ് തന്നെയാണ് നമുക്ക് മീഡിയ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനും ഇവിടെയാണ് നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഗോൾഡ് പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 0.73% പോസിറ്റീവാണ് നമുക്ക് ഗോൾഡ് കാണാൻ പറ്റിയിട്ടുള്ളത്. USD INR കാണാം. ചാർട്ട് നോക്കിക്കോളൂ. വളരെ വീക്ക്നെസ് ആണ് നമ്മുടെ റുപ്പീസ് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഓൾ ടൈം ലോ എപ്പോഴും പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു പോവുകയാണ് ഓരോ ദിവസവും. ഡൗ ജോൺസ് കഴിഞ്ഞ ദിവസം പോസിറ്റീവായിരുന്നു US-ൽ. അതുപോലെ തന്നെ നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു. S&P പോസിറ്റീവായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നുണ്ട് അവിടെ. ഹെൽത്ത് കെയറും ഇന്ന് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.78%. അതുപോലെ തന്നെ ഫാർമ സെക്ടറിനൊക്കെ റുപ്പിയുടെ ഇടിവ് മിക്കവാറും പോസിറ്റീവാണ്. കാരണം എക്സ്പോർട്ട് കൂടുതൽ ചെയ്യുന്ന ഒരു സെക്ടറാണ് ഫാർമ സെക്ടർ. നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 30 കമ്പനികൾ പോസിറ്റീവും 20 കമ്പനികൾ നെഗറ്റീവായിരുന്നു. അദാനി പോർട്ട് 5% റാലി രേഖപ്പെടുത്തി. M&M മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 1.6% റാലിയാണ്. അതുപോലെ തന്നെ SBI ലൈഫ് ഇൻഷുറൻസ് 1.5% റാലി. നമുക്ക് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയിട്ടുള്ള നിഫ്റ്റി 50 കമ്പനി ഏഷ്യൻ പെയിൻ്റ് ആണ്. ഏഷ്യൻ പെയിൻ്റ് അതിൻ്റെ വീക്ക്നെസ് തുടരുകയാണ്. ഏഷ്യൻ പെയിൻ്റ് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 2021 ഫെബ്രുവരിയിലുള്ള, അതായത് 4 വർഷം മുമ്പുള്ള ഒരു ലോ ആണ് ഇപ്പം ടച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമുക്കിപ്പം 2243 ഒരു സപ്പോർട്ടായി നമുക്ക് കാണാം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി താഴെ പോകേണ്ട സാധ്യതയുണ്ട്. പൊതുവെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വാർത്തകളാണ് കൂടുതലുള്ളത്. ഇത്രയും അവസരങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് കമ്പനി ബിഹേവ് ചെയ്യുക. നല്ലൊരു ഡിപ്പിലൊക്കെ വരികയാണെങ്കിൽ ഈ ഏരിയയിലൊക്കെ 1600 റേഞ്ചിലൊക്കെ വരുന്നറിയില്ല. വന്നു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ നിന്നൊക്കെ ബൗൺസ് ബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു കമ്പനി നെഗറ്റീവ് ന്യൂസ് വരുന്ന സമയത്ത് ഒരുപാട് അതായത് കമ്പനി ബിയറിഷ് പാറ്റേണിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ബാഡ് ന്യൂസുകൾ വരും. അത് മാർക്കറ്റ് വളരെ സെൻസിറ്റീവായിട്ട് എടുക്കും. കമ്പനിയുടെ പോസിറ്റീവ് ട്രെൻഡിലാണെങ്കിൽ ഏത് നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് അത് കണക്കാക്കാറില്ല. അപ്പോൾ ഇത്രയും അവസരങ്ങളിൽ മിക്കവാറും പിന്നെ അവസരങ്ങളാണ്. പക്ഷേ ഏഷ്യൻ പെയിൻ്റ് അവസരം എന്നല്ല പറയുന്നത്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ റവന്യൂവിലുള്ള ഒരു ഗ്രോത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റുന്നില്ല റവന്യൂവിൽ. അതാണ് ഇതിൻ്റെ നെഗറ്റീവ് വശം. നോക്കാം. വലിയൊരു കമ്പനിയാണ്, ബ്ലൂ ചിപ്പ് കമ്പനിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. വെയിറ്റ് ചെയ്ത് നോക്കാം. അടുത്ത കാലങ്ങളിലൊക്കെ അവരുടെ മാനേജ്മെൻറ്റ് ഡിസിഷനൊക്കെ നമുക്ക് വീക്ഷിച്ച് നോക്കാം. എന്തായാലും നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പം നിലവിലുള്ളത്. വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ ഒരു അട്രാക്റ്റീവ് വാല്യുവേഷൻ എന്നൊന്നും പറയാനില്ല. സ്ക്രീനറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ P 45.37 ഇപ്പം നിലവിൽ 46.19 കാണാൻ പറ്റുന്നത്. നമുക്ക് EPS നോക്കുകയാണെങ്കിൽ കാണാം ഇപ്പം ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് EPS. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ EPS ഒക്കെ വളർച്ച ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു P-യിലേക്ക് എത്തുമായിരുന്നു. കമ്പനിയുടെ P ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് അട്രാക്റ്റീവാണ് എന്ന് മാത്രമേ കാണാനുള്ളൂ. പക്ഷേ നമുക്ക് സെയിൽസ് ഗ്രോത്ത് നോക്കാം. കാര്യമായിട്ടുള്ള ഗ്രോത്ത് വരുന്നില്ല. അത് സെയിൽസ് ഇവിടെ തന്നെ ഒരു എന്താ പറയുക സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സെയിൽസ് ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ വരികയാണെങ്കിൽ മാത്രമേ ഈ ചാർട്ടിലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഒരു വാല്യുവേഷൻ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സമയത്ത് അവിടെ ബയസ് വരാനുള്ള സാധ്യതയുണ്ട്. 2,16,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു വലിയൊരു കമ്പനി തന്നെയാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് നല്ല ഡിസിഷൻ എടുത്ത് ഈ കമ്പനി തിരിച്ചു വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത് മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ നല്ല വളർച്ചയും കൂടി അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ സ്റ്റോക്ക് വളരുകയുള്ളൂ, സ്റ്റോക്ക് പ്രൈസ് മൂവ് ആവുകയുള്ളൂ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോക്ക് ഇപ്പം ബിയറിഷ് ട്രെൻഡിലാണ്. ആ സമയത്ത് വളരെയധികം നെഗറ്റീവ് ന്യൂസുകൾ വരും. അതൊക്കെ സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കും. അതുകൊണ്ട് ഇനിയും ഡിപ്പിലേക്ക് പോകുന്നതിൽ സംശയമൊന്നുമില്ല, മിക്കവാറും ഡിപ്പിലേക്ക് പോയേക്കാം. അതല്ലെങ്കിൽ ഇനി നല്ലൊരു ന്യൂസൊക്കെ വരുന്ന സമയത്ത് ബയേഴ്സ് വന്ന് സെൻറ്റിമെൻറ്റ്സ് മാറി തിരിച്ച് കയറിയേക്കാം. ഇനി മറ്റൊരു അവസരത്തിൽ കാണാം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.